നമുക്കിന്ന് നല്ല നാടൻ രുചിയോട് കൂടിയിട്ടുള്ള ഒരു പപ്പടത്തിൻ്റെ ഗ്രേവി വയ്ക്കാം. നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നമ്മളിന്ന് വെക്കുന്നത്. നല്ല നാടൻ രുചിയാണ് ഇതിൻ്റെ. നല്ലൊരു മസാലക്കൂട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പിന്നെ അതുപോലെ ഒപ്പം തന്നെ നമ്മൾ പൊന്നി റൈസ് എങ്ങനെ വേവിക്കുക എന്നുള്ളതും കൂടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. സെലക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിന്ന് 1 കപ്പ് പൊന്നിയരിയാണ് എടുത്തിട്ടുള്ളത്. പൊന്നിയരി മേടിക്കുമ്പോൾ ഇതുപോലെ തമിഴ് പൊന്നി ബോയിൽഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതുപോലെ തമിഴ് പൊന്നി എന്നുള്ളത് തന്നെ നോക്കി മേടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ എനിക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ് കേട്ടോ. അത് കാരണം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് അറിയിലേക്കായിട്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ അരികളായിരിക്കും അതിൻ്റെ. ചെറിയ നീണ്ട ടൈപ്പ് അരികളാണ്. ഇത് വേവിച്ച് കഴിഞ്ഞാൽ നല്ല കന കുറഞ്ഞ നീണ്ട ടൈപ്പ് അരികളാണ്. ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. പെട്ടെന്ന് വേവും ചെയ്യും. വാർക്കൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് മറ്റേ സാധാരണ പൊന്നി നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് ഇത്തിരി കൂടി വലിയ ടൈപ്പ് അരികളാണ്. ഇത്തിരി കൂടി ഉണ്ട ടൈപ്പ് അരിമണികളാണ്. വലിയ ഉണ്ടകളാണ്. പിന്നെ അതുപോലെ അത് വേവാനും കുറച്ച് പാടാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ നോക്കി മേടിക്കുക കേട്ടോ. പൊന്നി മേടിക്കുമ്പോൾ തമിഴ് പൊന്നി മേടിക്കുക. ഇനി ഇതാ നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. നന്നായി കഴുകിയതിന് ശേഷം നമ്മളത് കുക്കറിലാണ് വേവിക്കുന്നത്. 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ്. അത് കറക്റ്റ് ഒരു പാകമാണ് കേട്ടോ. അത് നല്ല കറക്റ്റായിട്ടുള്ളൊരു വേവും ആണ് ഇതിൻ്റെ വരിക. അപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പൊന്നിയരി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിലാണ് അടുപ്പിക്കേണ്ടോ. ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് അതിലെ ആ എയറൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ കറക്റ്റ് വേവായിരിക്കും. അപ്പോൾ അതിൻ്റെ എയറൊക്കെ തനിയെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട നല്ല കറക്റ്റ് വേവായിരിക്കും. വെള്ളമെല്ലാം വറ്റി ഉതിർന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നല്ല അരിമണികളുമാണ്. നല്ല ചെറിയ കനം കുറഞ്ഞ നീണ്ട ടൈപ്പ് ബസുമതിരിയുടെ ഒക്കെ പോലെയൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ ഇങ്ങനത്തെ നോക്കിയിട്ട് മേടിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേറെ ഇനി വാർക്കൊന്നും വേണ്ട. വേറെ വെള്ളം തിളപ്പിച്ച് വാർക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് പപ്പടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 പപ്പടം ഒന്ന് കാച്ചിയെടുക്കുന്നുണ്ട്. 3, 4, 5 ഒക്കെ പപ്പടം ഈ ഒരു ഗ്രേവിയിലേക്ക് നമുക്ക് കാച്ചി ഉണ്ടാക്കാം. അപ്പോൾ അത്രയും പപ്പടം ഇടുന്ന അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു 3, 4 വേണമെങ്കിൽ കാച്ചിട്ട് ഇടാം. അപ്പോൾ പപ്പടം കാച്ചുമ്പോൾ അതിൽ ഒന്ന് ഓട്ട തുളച്ചിട്ട് ഇടുക കേട്ടോ. അപ്പോൾ അത് വല്ലാണ്ട് അങ്ങോട്ട് വീർക്കാണ്ടിരിക്കാനായിട്ടാണ്. വീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ നൈസായിരിക്കും നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇതേ പപ്പടമൊക്കെ ഒന്ന് കാച്ചി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാച്ചിയതിന് ശേഷം ഇതൊന്ന് പൊട്ടിച്ച് പീസാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ചെറിയ പീസാക്കണ്ട കേട്ടോ. ഇത്തിരി വലിയ പീസുകൾ തന്നെ ആക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കുമ്പോൾ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ടുള്ള നല്ല മസാല, നാടൻ മസാലയാണ്. ഒരു മിക്സി ജാറിലേക്ക് 7 അല്ലി ഇത്തിരി വലിയ സൈസ് ചുവന്നുള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. 1 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് പൊടിച്ച് ഒന്ന് എടുക്കുക കേട്ടോ. അതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് തട്ടിയിട്ടിട്ട് 1-2 വട്ടം ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒപ്പം കുറച്ച് മസാലകൾ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മെയിനായിട്ടുള്ള ഇതിലത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് സാമ്പാർ മസാല. സാമ്പാർ പൗഡർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ പൊടിയൊന്നും തൂവാണ്ടിരിക്കാനായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. അതിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ തട്ടിയിട്ടൊക്കെ ഒന്ന് അരച്ചെടുക്കുക. അതുപോലെ അരച്ചിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതൊരു നല്ലൊരു മസാല, നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു അരപ്പിന്. സാമ്പാർ പൊടി ഇടാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് പപ്പടം കറി ഉണ്ടാക്കാനായിട്ട് നല്ലവണ്ണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 1 കതിരി വേപ്പിലയും പിന്നെ 1 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നല്ല എരിവുള്ള പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ പച്ചമുളകിൻ്റെയും ഒക്കെ ഒന്ന് ഫ്ലേവർ അതിലേക്ക് ഇറങ്ങിക്കോട്ടെ. 1-2 ഇളക്കി ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ സൈസ് സവാള കേട്ടോ ഒന്ന് നടുകെ കീറിയിട്ട് ശേഷമാണ് ഞാൻ പിന്നെ ഒന്ന് നീളനെ കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരും. നല്ലൊരു മണക്കൊന്ന് വരും. ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ ആ സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സൈസ് തക്കാളി നല്ല ചെറിയതാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒരു പാതി വേവ് ആവുക, അതിൻ്റെ ആ പച്ചമണക്കൊന്ന് മാറി ഒരു പാതി വേവ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി അതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. 1 മിനിറ്റ് ഇളക്കിയാൽ മതി കേട്ടോ. കറക്റ്റ് 1 മിനിറ്റ് തന്നെ ഇളക്കിയാൽ മതി. ചെറുതായിട്ട് ഒന്ന് വാടി കിട്ടുക വേണ്ടു, അല്ലാണ്ട് ഇതിലത്തെ ജലാംശം ഒന്നും കളയരുത്. അപ്പോൾ വേണ്ട 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇതാപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സി ജാറിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് വരും. പിന്നെ കുറച്ച് ഒരു പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു അരിനെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള കോൽപ്പുളിയാണ് കേട്ടോ. കോൽപ്പുളി പിഴിഞ്ഞ് അരിച്ചതാണ്. അതും കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കുക, എന്നിട്ട് ആവശ്യത്തിന് ചേർക്കുക. ഉപ്പും വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ഒരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഹൈ ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. പപ്പടം നന്നായിട്ട് ഇതിലേക്ക് ആ ചാറിലേക്കൊക്കെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഇട്ട വഴിക്ക് തന്നെ വെള്ളത്തിൽ അലിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഇങ്ങനെ തളർന്ന് ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് ഒരു 2 തിളയൊന്ന് വന്നാൽ മതിയാവും. അത്ര തന്നെ വേണ്ട. പപ്പടം ഇട്ടതിന് ശേഷം പിന്നെ അധികം വല്ലാണ്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 തിളയൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ലൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. നമുക്കിപ്പോൾ രാത്രിയിലേക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിലോ അല്ലെങ്കിൽ രാവിലെ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഗ്രേവിയാണ്. റൈസും അതെ, പൊന്നി റൈസും നമുക്ക് പെട്ടെന്ന് വേവിക്കാൻ പറ്റിയൊരു റൈസാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യുക. നല്ല നാടനായിട്ടുള്ളൊരു റെസിപ്പിയാണ് അത്. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.